നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഞങ്ങൾ എങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കും. അവരെ പ്രശസ്തിയും പുകഴും നൽകി വലിയവരുവാക്കും. ഉന്നതമായ നാൽക്കാലികളിൽ ഇരുത്തും. അതുപോലെ ജനങ്ങൾ അവരോട് അവരുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള കണക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ പല ചോദ്യങ്ങളും അവരോട് ചോദിക്കും, കുറ്റങ്ങളും ആരോപിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഈ ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്നത് ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയുടെ നേതാവ് നിതീഷ് കുമാർ ആപ്കി അദാലത്തിൽ ഹാജരാകുവാനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ആപ്കി അദാലത്തിൽ നിതീഷ് കുമാറിനെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ JDU-വിന്റെ നേതാവായ നിതീഷ് കുമാറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിതീഷ് സാർ, താങ്കളുടെ പാർട്ടി പ്രവർത്തകരും അതുപോലെ പ്രതിപക്ഷത്തുള്ളവരും രണ്ടുപേരും ഇതാണ് പറയുന്നത്. നിതീഷ് കുമാർ ജനങ്ങളെ ഏണിയെപ്പോലെ പ്രയോജനപ്പെടുത്തും, പിന്നെ തന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം എടുത്തു കളയുമെന്നും പറയുന്നു. ഇത് സത്യമല്ല. ഞാൻ എല്ലാവരെയും എൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും ഒത്തൊരുമയോടെയാണ് കഴിയുന്നത്. ഒരു കാലത്ത് താങ്കൾ ലാലു പ്രസാദിന്റെ കൂടാണ് രാഷ്ട്രീയം നടത്തിയത്. അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടിയാണ് താങ്കൾ അസംബ്ലിയിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹത്തിന്റെ നാൽക്കാലിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഇത് സത്യമല്ല. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അധ്വാനം കൊണ്ടാണ്. ഒരു സമയത്ത് അദ്ദേഹം MLA ആയി. അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് 1989-ൽ MP ആയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും MP ആയിരുന്നു. ഞങ്ങൾ MP ആയിരുന്ന സമയത്ത് ആ സമയത്ത് ബീഹാറിൻ്റെ സിംഹം എന്ന് ആരെയാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ രാം ലക്കൻ യാദവിനെ. അദ്ദേഹം എനിക്കെതിരായി നിന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ലാലുജിയുടെ സഹായത്തോടെ ഞാൻ ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. അതൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതുവരെ താങ്കൾ ജയിച്ചതെല്ലാം താങ്കളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെന്നാണ്? അല്ല, ജനങ്ങളുടെ പിന്തുണ കൊണ്ട്. ലാലുവിൻ്റെ പിന്തുണ കൊണ്ട് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ സഹായത്തോടെ, ഞങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട കർപ്പൂരി ഠാക്കൂറിന്റെ മരണത്തിനു ശേഷം ലോക്ദൾ നിയമസഭാംഗമാകാനുള്ള അവസരം എനിക്ക് കിട്ടി. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. പിന്നെ ഞങ്ങളുടെ പിന്തുണ കൊണ്ട് 1990-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട്, അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒന്നും ആകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നും ആയതുമില്ല. പക്ഷേ സെൻട്രലിൽ മന്ത്രിയാവാൻ വേണ്ടി താങ്കൾ ജോർജ് ഫെർണാണ്ടസിന്റെ സഹായം തേടി. ഇതിൽ സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹം ഞങ്ങളുടെ ലീഡറാണല്ലോ. വെറും പേരിന് മാത്രമാണ് നേതാവ്. പാർട്ടിയെ റൺ ചെയ്യുന്നതും താങ്കളാണ്, നടത്തുന്നതും താങ്കളാണ്, ചീത്തയാക്കുന്നതും താങ്കളാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പേരിന് മാത്രമല്ല നേതാവ്, ശരിക്കുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. പിന്നെ ബീഹാറിനെയും ജാർഖണ്ഡിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ജാർഖണ്ഡ് ബീഹാറിൽ നിന്ന് പിരിഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ തുടർന്ന് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. ഇതുപോലെ ധാരാളം MP-മാരുണ്ട്. അവരുടെ സഹായത്തോടുകൂടി താങ്കൾ സെൻട്രൽ ഗവൺമെന്റിൽ മന്ത്രിയായി. അവരുടെ സഹായത്തോടുകൂടി NDA ഗവൺമെന്റും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ MP-മാരെ എല്ലാം ദേഷ്യപ്പെട്ട് താങ്കൾ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. ബ്രഹ്മാനന്ദ് മണ്ഡൽ, പിന്നെ രഘുനാഥ് ഷാ, താങ്കൾക്ക് ഓർമ്മയാണെന്ന് തോന്നുന്നു. അവരെ ആരെയും മാറ്റിയില്ലല്ലോ. താങ്കൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കിയെടുത്തു. തന്നെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അതിന് ഞാൻ കാരണമല്ല. അതായത് അവര് അനാവശ്യമായി വഴക്കിട്ടുകൊണ്ടിരുന്നു. പിന്നെ പുറത്തുപോയി. ഞങ്ങൾ ഇതുവരെ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞങ്ങൾ ആരുടെ പ്രഷറും സ്വീകരിക്കില്ല. അവർ താങ്കൾക്കെതിരായിട്ട് കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. പബ്ലിക്കിലും പാർലമെന്റിലും പ്രധാനമന്ത്രിക്ക് ലെറ്റർ എഴുതിയിരിക്കുന്നു. അവർക്ക് പാർട്ടിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു. കുറ്റം ചുമത്തിയിട്ട് അവർ പൊയ്ക്കളഞ്ഞു. ഇപ്പോ വേറെ ഗവൺമെന്റാണ്. അവരുടെ കുറ്റാരോപണം ഇവർ തീർച്ചയായും അന്വേഷിച്ചല്ലേ പറ്റൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, CBI-യോ അല്ലെങ്കിൽ അതിലും വലിയ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. താങ്കൾ ഏത് പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടി നിതീഷ് കുമാറിന് വേണ്ടി, നിതീഷ് കുമാർ മുഖേന നിതീഷ് കുമാറിന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ ഞാൻ പറയുന്നതേ കേൾക്കാവൂന്നൊക്കെ. അതുമാത്രമല്ല, ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അതും എന്റെ അഭിപ്രായങ്ങളാണെന്നേ പറയൂ.
മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് താങ്കൾ ജോർജ് ഫെർണാണ്ടസിനോട് മണ്ഡലം മാറാൻ പറഞ്ഞ് നിർബന്ധിച്ചെന്ന് കേട്ടു. കാരണം താങ്കൾക്ക് അവിടെ മത്സരിക്കണമെന്നുള്ള താല്പര്യം. ഇല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ എന്നെ നിർബന്ധിച്ചു. അദ്ദേഹം നളന്ദയിൽ തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ ആ നാട്ടുകാരുടെ സമ്മർദ്ദം കാരണം അത് മാറ്റേണ്ടി വന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അപ്പോൾ ഈ ഇംപ്രഷൻ എങ്ങനെയാണ് വന്നത്? പാർട്ടിയിൽ എല്ലാ തീരുമാനങ്ങളും താങ്കളാണ് എടുക്കുന്നതെന്ന്. ആ സമയത്ത് പാർട്ടിയിൽ വേറൊരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണെന്ന് പറഞ്ഞു വരുത്തി. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഒത്തൊരുമയോടെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ലീഡർ ജോർജ് ഫെർണാണ്ടസ് തന്നെയാണ്. പിന്നെ ശരത് യാദവ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് വരൂ. ഇതിനെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നെന്ന് നമുക്ക് നോക്കാം. നിതീഷ് സാർ, താങ്കൾ ഒരു വലിയ ലീഡറാണ്. ഇത്രയും നേരം താങ്കൾ സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾ ബീഹാറിന് വളരെയധികം കൺസെന്റ് ആണ്. പക്ഷെ താങ്കൾക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലേ? സെൻട്രലിൽ വിട്ടിട്ട് ബീഹാറിലേക്ക് വന്നപ്പോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടുത്തെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരില്ലേ? ഡെവലപ്മെന്റ് നിങ്ങളുടെ അഡ്വൈസ് ഞാൻ തീർച്ചയായും സ്വീകരിക്കാം. സത്യത്തിൽ താങ്കൾക്ക് ബീഹാറിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ബീഹാറിനെ മുൻനിരയിലെത്തിക്കും. താങ്കൾ പസ്വാനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ അദ്ദേഹം പോയല്ലോ. ഇത് സത്യമല്ല. ഞങ്ങൾ കർഷകരാണ്. കർഷകർ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുക. പലപ്പോഴും നഷ്ടമുണ്ടാകാം. പക്ഷെ ഒരിക്കലും അവർ വിത്ത് വിതയ്ക്കാതിരിക്കില്ല. ഒരിക്കലും. ഞങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത്തവണ നല്ല വിളവുണ്ടാകും. ബീഹാറിന് നല്ല മാറ്റമുണ്ട്. നിതീഷ് സാർ, ഇലക്ഷന്റെ സമയമാണ്. ജനങ്ങളുടെ മനസ്സിൽ പല കുറ്റാരോപണങ്ങളും ഉണ്ട്. നിതീഷ് കുമാറിനെതിരായ നമ്മുടെ വിചാരണ തുടരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് ജനതാദൾ യുണൈറ്റഡിന്റെ നേതാവായ നിതീഷ് കുമാറാണ്. ആപ്കി അദാലത്തിൽ JDUവിന്റെ നേതാവായ നിതീഷ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പവറിന് വേണ്ടി ലക്ഷ്യങ്ങളിൽ കോംപ്രമൈസ് ആയി എന്നുള്ളതാണ്. നിതീഷ് സാർ, ഈ കുറ്റമാണ് ഇടയ്ക്കിടയ്ക്ക് താങ്കളുടെ മേൽ ആരോപിക്കപ്പെടുന്നത്. സാധാരണ ലാലു ചുമത്താറുണ്ടായിരുന്നു. താങ്കൾ കസേരയിൽ ഇരിക്കാൻ വേണ്ടി, മന്ത്രിയാകാൻ വേണ്ടി താങ്കൾ എങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൂടെ കോംപ്രമൈസ് ആയെന്ന് വെച്ചാൽ അവരുടെ മേൽ വർഗീയ കുറ്റാരോപണമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജനസംഘത്തെക്കുറിച്ചായിരിക്കാം. അവരുടെ കൂടെ സമാജ്വാദിയുണ്ട്, സാമ്യവാദിയുണ്ട്. ഞങ്ങൾ മുതിർന്നവരെല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാമല്ലോ. എന്നുവച്ച് ഞങ്ങൾ ആദർശങ്ങളിൽ കോംപ്രമൈസായി എന്നൊന്നില്ല. കോൺഗ്രസിനെ എതിർക്കുന്ന പാർട്ടികളുമായി ഒരുമിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അത് തുടക്കം മുതലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എന്നും അങ്ങനെയാണ് കോംപ്രമൈസ് ആയത്. ഇത് ആദർശങ്ങളിലുള്ള കോംപ്രമൈസ് അല്ല. ഇതും കോംപ്രമൈസ് അല്ലേ? ആ പാർട്ടിയുടെ സർക്കാരിൽ ഇരുന്നുകൊണ്ട് തന്നെ താങ്കൾ ആ സർക്കാരിന്റെ വർഗീയ ചിന്തകളെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ? ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. നിങ്ങൾ തന്ത്രപരമായി ചോദിക്കുകയാണ്. ഗുജറാത്തിലെ കലാപത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അതാണ് പറയുന്നത്. അവിടുത്തെ ഗവൺമെന്റ് ഇതുപോലെയുള്ള കലാപങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന്. നിതീഷ് സാർ, ആപ്കി അദാലത്തിലേക്ക് ലാലു സാർ വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നിതീഷ് കുമാർ ഗോദ്ര സംഭവത്തിനെക്കുറിച്ച് എങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് ആ രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് പറയുന്നു. നോക്കൂ, ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. അല്ലാതെ ഇതിൽ ഒരു കഴമ്പുമില്ല. സമയമാകുമ്പോൾ നിങ്ങൾക്കും ഇത് മനസ്സിലാവും. ആ എൻക്വയറി തന്നെ താങ്കൾ മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നാണ് ലാലു പറഞ്ഞിരിക്കുന്നത്. റെയിൽവേയിൽ എപ്പോ എന്ത് സംഭവം നടന്നാലും റെയിൽവേ ആക്ട് അനുസരിച്ച് കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുണ്ട്. അത് അവരുടെ ജോലിയാണ്. അവരതിന്റെ എൻക്വയറി നടത്തും. അതിന് ആരുടെ ഉത്തരവും വേണ്ട, അവർ ചെയ്തോളും. പക്ഷേ അതിന്റെ ഒപ്പം ഇങ്ങനെയൊരു പ്രൊവിഷനുമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് അന്വേഷണ കമ്മീഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി എൻക്വയറി നടത്തില്ല. ഗുജറാത്തിൽ എൻക്വയറി നടന്നുകൊണ്ടിരുന്നു. കമ്മീഷണർ ഓഫ് എൻക്വയറി ടീം ഉണ്ടാക്കി ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ. അതിൽ പിന്നെ കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആരാണോ ഗോദ്ര ഇൻസിഡന്റ് യൂസ് ചെയ്തത് ആ മതവാദ ശക്തികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇതിന് റെയിൽവേ ആയിട്ട് എന്ത് ബന്ധമുള്ളത്? ഗോദ്ര സംഭവത്തെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളറിയും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരുപാട് രീതികളുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് അങ്ങനെ എന്ത് അധികാരമുള്ളത്? നിതീഷ് സാർ, ലാലു പ്രസാദ് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാനിപ്പോൾ താങ്കൾക്ക് കാണിക്കാം. അതിനുശേഷം താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. വാട്ട് വേർ ദി കോസസ് ഓഫ് ദി ഫയർ? ഹൂ വേർ ദോസ് പേഴ്സൺസ്? തീ വെച്ചത് ആരായിരുന്നു? സെറ്റിംഗ് ഓൺ ഫയർ. പുറത്തുനിന്ന് തീ വയ്ക്കുന്ന സംഭവം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാ,
ഇറ്റ് ഈസ് ക്വയറ്റ് ഇംപോസിബിൾ. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലുമാണ് തീ കൊടുത്തിരുന്നത് എങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഫയർ ദ വിൻഡോ ഓഫ് ദി എസ് കോച്ച് 6 വാസ് ക്ലോസ്ഡ്. ദ ഡോർ വാസ് ടൈറ്റ്. ദർ വെർ 59. അതിലുണ്ടായിരുന്ന 39 പാസഞ്ചേഴ്സ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു പരിക്കുകളും പറ്റാതെ തന്നെ. 4 പേര് അവരുടെ ജേണി ക്യാൻസൽ ചെയ്തു. 7 പേർക്ക് മൈനർ ഇഞ്ചുറി സംഭവിച്ചു. ഇഞ്ചേർഡ് ഇതിനേക്കാളും മുകളിലാണ് ഇഞ്ചേർഡ്. ഇതിനേക്കാളും മുകളിൽ, അല്ലാതെ താഴെയല്ല. തീ കത്തുകയാണെങ്കിൽ താഴെയാണ് തീ പിടിക്കുക. ഈ സത്യം ഞാൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗാർഡിന്റെ ഇവിടെ കുറച്ച് പൊള്ളിയിട്ടുണ്ട്, പിന്നെ ദേ ഇവിടെയും കുറച്ച്, പിന്നെ ദേ ഇവിടെയും ചെറുതായിട്ട്. പിന്നെ അത് ഒരു നിതീഷ് സാർ, സിനിമയിലേതുപോലെ ഇത് തന്നെ കണ്ടില്ലേ? സംഭവിച്ചു. ഇത് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് തമാശ രൂപേണയാണെങ്കിലും അതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം പേര് ആ ട്രെയിനിൽ നിന്ന് ഒരു പരിക്കും ഇല്ലാതെ പുറത്തേക്ക് വന്നിരുന്നു. പലരും അവരുടെ റിസർവേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇത് എൻക്വയറി ചെയ്യേണ്ടത് റെയിൽവേ മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്വമല്ലേ? എല്ലാവർക്കെതിരെയും അന്വേഷണം ഉണ്ടായല്ലോ. അദ്ദേഹം പറയുന്നത് മുഴുവൻ നുണയാണ്. ഞങ്ങൾ ഈ വിവരം പാർലമെന്റിൽ കൊടുത്തതാണ്. ഞങ്ങൾ പാർലമെന്റിൽ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ 6 കമ്പാർട്ട്മെന്റുകളിലും ആരൊക്കെയാണ് യാത്ര ചെയ്തതെന്ന്, എത്ര റിസർവ്ഡ് പാസഞ്ചേഴ്സാണ് അതിൽ കയറിയിരിക്കുന്നത്, എത്ര പേർ അതിൽ കയറിയിട്ടില്ല, എത്ര പേർ ജേണി ക്യാൻസൽ ചെയ്തു. പാർലമെന്റിൽ ഈ പേപ്പേഴ്സ് എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അറിയില്ല. നോക്കൂ സാർ, നോക്കൂ, അദ്ദേഹത്തിന് സത്യം അദ്ദേഹം എന്താണെന്ന് എന്താ അറിയില്ല. പറഞ്ഞെന്ന് വെച്ചാ- നിങ്ങൾ ലാലു പ്രസാദ് എന്താ പറഞ്ഞതെന്ന് എനിക്കിപ്പോ കാണിച്ചു തന്നല്ലോ. പക്ഷെ ഇത്ര വലിയ കോമഡിയാണ് അതെന്ന് ഞാൻ അറിഞ്ഞില്ല. നിതീഷ് സാർ, അതെ. അദ്ദേഹം ഇതും പറഞ്ഞിരുന്നു. ബീഹാറാണ് ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ രാജ്യം മുഴുവൻ ഇത് സഹിക്കണമായിരിക്കും. ഈ വിവരക്കേട് ഈ രാജ്യം മുഴുവൻ സഹിക്കണമെന്നാണോ? റെയിൽവേയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ചാലഞ്ചാണ് ഇത്. തമാശയല്ല. റെയിൽവേ ആക്ട് ഉണ്ട്. അല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാ പാർലമെന്റിൽ കാര്യങ്ങളും അദ്ദേഹം സത്യം- എന്തൊക്കെയാണോ പറഞ്ഞത് ആ ഓരോ പോയിന്റിനും ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഫയർ അന്ന് ആക്സിഡന്റ് ഞാൻ പറഞ്ഞ മറുപടിക്ക് അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. ഫയർ ഞാൻ ആക്സിഡന്റിന്റെ പറഞ്ഞു വരുന്നത്, കാരണം എന്താണെന്ന് അതായത് താങ്കൾ പറഞ്ഞിരുന്നു. ഞാനിതാണ് പറഞ്ഞത്, ഫയർ ആക്സിഡന്റിനുള്ള കാരണം പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. പിന്നെ കമ്മീഷൻ ഓഫ് എൻക്വയറി അത് കണ്ടുകൊണ്ട് നിൽക്കല്ലേ. ആ സമയത്ത് മീഡിയയിൽ എല്ലാ റിപ്പോർട്ടും വന്നു കഴിഞ്ഞു. ഇത് ഞാൻ എൻ്റെ പ്രസ്താവനയിൽ പോലും പറഞ്ഞതാണ്. RPFകാർ അവിടെ പോയി അതിന്റെ റിപ്പോർട്ടും അതിനകത്തുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന DRMന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അത് കോൺഫിഡൻഷ്യലാണ്. അതെന്താണ് അവർ പബ്ലിഷ് ചെയ്യാത്തത്? നിതീഷ് സാർ, ഇത് സത്യമല്ലേ? ഫോറൻസിക് റിപ്പോർട്ട് എന്താണെന്നുള്ള കാര്യം താങ്കൾ ഇതുവരെ പബ്ലിക് ആക്കിയിട്ടേയില്ല. അദ്ദേഹത്തിന് ഇതും അറിയില്ല. ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട് ആരുടെയാണെന്ന് അറിയില്ല. പോലീസിന്റെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണോ അതുപോലെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഉണ്ടാവും. അത് പോലീസിന്റെ കയ്യിലാണ്. ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ റിപ്പോർട്ടിൽ അത് റെയിൽവേ മിനിസ്റ്ററുടെ പക്കൽ വന്നു. ആ സമയത്ത് ഏത് റിപ്പോർട്ടാണോ ഞങ്ങൾക്ക് കിട്ടിയത് അത് ഞങ്ങൾ പാർലമെന്റിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ ഒരു റിപ്പോർട്ടും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിച്ചിട്ടുണ്ട്. ലാലു പറഞ്ഞിരിക്കുന്നത് ആ എൻക്വയറി താങ്കൾ പൂർണ്ണമായി മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. ഞങ്ങൾക്കത് മറച്ചുവെക്കാനുള്ള അധികാരമില്ല. അതെങ്ങനെയാണ് ഒരു റെയിൽവേ മന്ത്രിക്ക്, ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെയൊരു അധികാരം എവിടുന്ന് കിട്ടി? അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇതിനേക്കാളും വലിയ നുണ എന്തായാലും വേറെ ഉണ്ടാവില്ല. റെയിൽവേ മന്ത്രിയെ തന്നെ എൻക്വയറി അവര് ചെയ്യാം. പറയുന്നത് നുണയാണെന്ന് പാർലമെന്റിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്തതാണ്. മീഡിയക്കാർ പോലും അവര് പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ എക്സ്പോസ് ചെയ്തത്, പാർലമെന്റിൽ കൊടുത്ത റിപ്പോർട്ട്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചോളൂ. അത് കഴിഞ്ഞ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രശ്നം എന്തെന്നാൽ അദ്ദേഹം പറയുന്നത് മാത്രമേ പുറത്തു വരൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. ബീഹാറിൽ പറയാറുണ്ട് ഇങ്ങനെ വെറുതെ ചളപളാന്ന് സംസാരിക്കില്ലെന്ന്. ഞങ്ങൾക്ക് വളവളാന്ന് സംസാരിക്കുന്ന ശീലമില്ല. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് സീരിയസ് ആയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റെയിൽവേ മന്ത്രി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ റെയിൽവേ മന്ത്രി ആയതുകൊണ്ട് ഒരാൾ ദൈവമാകില്ലല്ലോ. അവരവരുടെ ഉത്തരവാദിത്വം അവരവർ ചെയ്യും. അത് ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സർക്കാർ നോക്കിക്കോളുമല്ലോ. നിതീഷ് സാർ, ചോദ്യം ഇതാണ്: കമ്പാർട്ട്മെന്റിൽ എങ്ങനെ തീ പിടിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് എൻക്വയറി ചെയ്തില്ല? റെയിൽവേ ആക്ടിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടല്ലോ. ഒരുപക്ഷെ ഏതെങ്കിലും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി അവരുടെ ജോലി നിർത്തും. എന്നിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എൻക്വയറി ടീമിനെ ഏൽപ്പിക്കും. കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി വെസ്റ്റേൺ സർക്കിളിൽ ഇങ്ങനെയൊരു സംഭവത്തെ അവർ നിഷേധിച്ചു. എൻക്വയറി നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതും ഞാൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാലു പ്രസാദ് പറയുന്നത് അത് അദ്ദേഹം പൂർണ്ണമായും പുലമ്പുന്നതാണ്. അതാണ് ശരി. പിന്നിത് ശരിക്കും ഒരു
പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഞാനിത് ഉറപ്പിച്ചു പറയും, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാ അതല്ലെന്ന് ഉണ്ടായിരിക്കുക? പറയാൻ പറ്റുമോ? ഇതിനെക്കുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഇതിലല്ലേ ഉള്ളത്. അദ്ദേഹം എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, പ്രധാനമായും മുസ്ലിം ജമാഅത്തിന് അദ്ദേഹം മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കും. വേറൊന്നുമില്ല, അദ്ദേഹം ഇതാണ് ചെയ്യുന്നത്. നിതീഷ് സാർ, മുസ്ലിം ജമായത്തിന് താങ്കളും മെസ്സേജ് ചെയ്യാറുണ്ട്. എന്ത് പറയുമെന്ന് വെച്ചാൽ ദളിത് മുസ്ലിംസിന് റിസർവേഷൻ നൽകണമെന്ന്. താങ്കളും അത് പറയാറുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് അവരുടെ അവകാശമാണ്. ഹിന്ദുവിലെ ദളിതർക്ക് ചെയ്യുന്ന പോലെ മുസ്ലിമിലെ ദളിതർക്കും അതുപോലെ തന്നെ ചെയ്യണം. അവരും ദളിതരാണ്. ഹിന്ദു ദളിതർക്ക് എങ്ങനെയാണോ റിസർവേഷൻ കൊടുക്കുന്നത് അതുപോലെ അവർക്കും കിട്ടിയല്ലേ പറ്റൂ. പിന്നെ ആർട്ടിക്കിൾ 341-ൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. കാരണം അവരുടെ വോട്ട് താങ്കൾക്ക് ലഭിക്കാൻ വേണ്ടി. വോട്ടിനു വേണ്ടിയല്ല. ശ്രീ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ആളുകൾ ഇതിലെ സെക്യുലറിസത്തെ ബലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവര് സംസാരിക്കുന്ന രീതി വെച്ച് കമ്മ്യൂണലിസം കൂടുതൽ സ്ട്രോങ് ആവും. ഇതുകൊണ്ട് സെക്യുലറിസം സ്ട്രോങ് ആവില്ല. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് സെക്യുലറിസം മോഡിജിയെ strong ആവും. ആർക്കാണ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുക? നരേന്ദ്രമോദിയെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫുട്ടേജ് ഇപ്പൊ ഇവിടെ കാണിച്ചില്ലേ, ലാലു പ്രസാദ് യാദവിന്റെ? അത് കണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ചിരിച്ചത് കണ്ടതല്ലേ. പിന്നെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആവുമ്പോൾ ജനങ്ങൾക്കും അത് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇത് വിഷമകരമായ കാര്യമാണ്. പക്ഷേ ഞാനെന്താ നമ്മൾ എത്ര പറയുന്നത് നാളെന്ന് വെച്ചാൽ എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക? ബീഹാറിലെ ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്. 50 ലക്ഷം ജനങ്ങൾ ഓരോ വർഷവും വിശപ്പ് അകറ്റാൻ വേണ്ടി പഞ്ചാബ്, ഹരിയാന, ദില്ലി അങ്ങോട്ടൊക്കെ പലായനം ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബീഹാർ എപ്പോഴും ഇങ്ങനെ തന്നെ തുടരണോ? അവിടെയുള്ള ജനങ്ങൾ ലേബേഴ്സായി പുറത്തേക്ക് പോകണോ? കഴിഞ്ഞ 15 വർഷങ്ങളായി ബീഹാർ ജനങ്ങൾ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം വെറുതെ ചിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടുമോ അതിന്റെ ഡബിളാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന് ക്ലിയർ കട്ട് മാൻഡേറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതുവരെ അദ്ദേഹത്തിന് 50% കൂടുതൽ വോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1990-ൽ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. 1995-ൽ ലാലു പ്രസാദിന്റെ സർക്കാർ അധികാരത്തിൽ വന്നു. വെറും 27.78%-ൽ, അതായത് 28% കുറവ്. പാർട്ടിയുടെ വോട്ട് മുഴുവനും ചിന്നിച്ചെതറിപ്പോയി. അതിനുശേഷം ഞങ്ങൾക്ക് സമതാ പാർട്ടി, പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നപ്പോൾ വോട്ട് ചോദിക്കാനുള്ള അവസരം കൂടിക്കൂടി വന്നു. ഈ പ്രാവശ്യം വീണ്ടും ചിതറിപ്പോവുകയാണെങ്കിൽ വീണ്ടും അങ്ങനെ ഒരിക്കലും നടക്കില്ല. കുറച്ചോട്ട് ചിതറിപ്പോവും. ഇത്തവണ ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീ രാംവിലാസ് പാസ്വാനും ഇതുപോലുള്ളൊരു സഖ്യത്തിൽ ചേരണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അദ്ദേഹത്തിന് ഇതിലേക്ക് വരാൻ കഴിയില്ല. ബാക്കിയൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നത്. അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5% സഖ്യം ലാലു പ്രസാദിന്റെ, പാസ്വാന്റെ, കോൺഗ്രസിന്റെ, പിന്നെ NCPയുടെ, പിന്നെ CPM-ന്റെ, ഇവരെല്ലാവരും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജ് 44%. ജനതാദളും BJPയും ഒരുമിച്ച് മത്സരിച്ചു. അവർക്ക് 37% വോട്ട് കിട്ടി. രാംവിലാസ് പാസ്വാൻ അവരിൽ നിന്നും വിട്ടുപോയി. അദ്ദേഹത്തിന് 7 to 8 പോയിന്റ് വോട്ടുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ട് പെർസെന്റേജ് അധികമായി. ലാലുജിയുടേത് 36%, ഞങ്ങളുടേത് 37%. ലാലുജിക്ക് ഒരു ഭൂരിപക്ഷവും കിട്ടില്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് എത്ര സീറ്റ് കിട്ടി അതുപോലെ ഞങ്ങൾക്കും കിട്ടി. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കളിയാണ്. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതാണ് പറഞ്ഞത്. അതായത് ലാലു പ്രസാദുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അവർ ഞങ്ങളുടെ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി ലാലു പ്രസാദുമായി സഖ്യമുണ്ടാക്കി. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് നോക്കാം. താങ്കൾ ഒരു നല്ല നേതാവാണ്. പക്ഷേ ചില സമയത്ത് താങ്കളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് താങ്കൾ എന്ത് ഡയറക്ഷനാണ് തരുന്നത് എന്ന് പോലും മനസ്സിലാവില്ല. വിള്ളലുണ്ടാവുക എന്നാൽ അതായത് സെൻട്രലിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്കിടയിലാണ് സാധാരണ വിള്ളലുണ്ടാവുക. അല്ലെങ്കിൽ UPA-യിൽ ലാലു പ്രസാദിന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, പിന്നെ കോൺഗ്രസ് പാർട്ടി, ഇവരെല്ലാരും ചേർന്നാണ് ഭരണം നടത്തുന്നത്. പിന്നെ ബീഹാറിൽ വേർപിരിഞ്ഞു. വിള്ളലുണ്ടായത് അവിടെയാണ്, പ്രതിപക്ഷ പാർട്ടിക്കല്ല. പ്രതിപക്ഷം എങ്ങനെ ഉണ്ടായിരുന്നോ ഇപ്പോഴും അതുപോലെയാണ്. ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി തെരഞ്ഞെടുപ്പ് കളത്തിൽ. കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ലാലുവിനെ എതിർക്കുന്നവരെല്ലാം ചിതറിപ്പൊയ്ക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ലാലുവിന്റെ ശത്രുക്കൾ ആരാണ്? ലാലുവിന്റെ ശത്രു യഥാർത്ഥത്തിൽ ലോക്സഭാ ഇലക്ഷനു ശേഷം, അതായത് രാംവിലാസ് പാസ്വാനാണ്. ഞങ്ങൾ പൂർണ്ണമായും ശ്രമിക്കണം ഏതെങ്കിലും ഒരു വിധത്തിൽ ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാൻ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുമെന്ന്. പക്ഷേ രാംവിലാസ് പാസ്വാൻജി ആഗ്രഹിച്ചാലല്ലേ. ഞങ്ങളുടെ ഭാഗത്തെല്ലാം ഓക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ നന്നായി ചിന്തിക്കൂ, എന്നിട്ട് നമുക്ക് ഒരുമിക്കാമെന്ന്. അതായത് ഞങ്ങളുടെ ഈ വാക്ക് അദ്ദേഹം ചെവിക്കൊണ്ടില്ല, അതാണ് സത്യം. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, മുകളിൽ ആകാശവും താഴെ പാസ്വാനും. ഇത് അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗാണ്. ഇത് ശരിക്കും പാരമ്പര്യമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇഷ്ടപ്പെടും. ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ ആരെത്രത്തോളം മുങ്ങിയിരിക്കുന്നു എന്ന സത്യം. ഇന്ന് വിചാരണയ്ക്ക് വന്നിരിക്കുന്നത് നിതീഷ് കുമാറാണ്. ആപ്കി അദാലത്തിൽ JDU നേതാവായ നിതീഷ് കുമാറിന് മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വോട്ടിനു വേണ്ടി രാഷ്ട്രീയ നാടകം കളിക്കുന്നു. നിതീഷ് സാർ, ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് താങ്കളോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇലക്ഷന്റെ സമയമാണ്. ഇപ്പോൾ താങ്കളും താങ്കളുടെ പാർട്ടിയും രാംവിലാസ് പാസ്വാന്റെ വീടിന്റെ വാതിക്കൽ പോയി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് രാംവിലാസ് പാസ്വാനോട് ഞങ്ങളോടൊപ്പം വരുമെന്ന് പറയുകയാണ്. ബീഹാറിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിരുന്നു, സംസാരിച്ചു. ആ സമയത്തും സംസാരിച്ചു, പിന്നെയും സംസാരിച്ചു. പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത് മാത്രമാണ് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചത്. അവിടെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന വോട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അദ്ദേഹവും താങ്കളോട് പറയാൻ ശ്രമിച്ചത് ഇതാണ്: ഒരുപക്ഷെ BJPയെ വിട്ടിട്ട് വരികയാണെങ്കിൽ താങ്കളോടൊപ്പം ചേരാൻ തയ്യാറാണ്. ഇല്ല, ബാലൻസ് ഓഫ് കൺസിഡറേഷൻ. അവരുടെ ജഡ്ജ്മെന്റ് ഇതാണ്, ഞങ്ങൾ ആരെയും വിടാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പാസ്വാനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും നാൾ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ സംസാരിച്ചിരുന്നു, നമ്പർ 1. നമ്പർ 2, പിന്നെ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൽ മിനിസ്റ്ററാണ്. അദ്ദേഹം അതിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരാൻ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഈ അറിയിപ്പ് കൊടുത്തു, നിങ്ങൾ UPAയിൽ നിന്നും പുറത്തു വരാൻ. ഇതിൽ എത്രത്തോളം സത്യമുണ്ടായിരുന്നു? താങ്കൾ കോൺഗ്രസിനോടൊപ്പം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന വാർത്ത. കോൺഗ്രസ് പാർട്ടി ഓപ്പണായി UPAയിൽ നിന്ന് ലാലു പ്രസാദിനെ പുറത്താക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം ബീഹാറിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിനെതിരായി നിൽക്കുന്ന എല്ലാ പാർട്ടികളും ഒന്നാകണമെന്ന് അന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന്. ജോർജ് ഫെർണാണ്ടസിനേക്കാളും വലിയ സപ്പോർട്ട് കോൺഗ്രസിന് ആരാ ഉള്ളത്? പറയൂ, കേൾക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ബീഹാറിനെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ തയ്യാറാണെന്നാണ്. ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ? അവർക്കിവിടെ 24 MPമാരുടെ സപ്പോർട്ട് വേണം. ലാലു പ്രസാദ് എന്തൊക്കെ ഡ്രാമ കളിച്ചാലും അദ്ദേഹത്തോട് അവർക്ക് വഴക്കിടാൻ കഴിയില്ല. പക്ഷേ നിതീഷ് സാർ, താങ്കൾ ഏത് കോൺഗ്രസിനെയാണോ ജീവിതകാലം മുഴുവനും എതിർക്കുന്നത്? ബീഹാറിൽ ജയിക്കാൻ വേണ്ടി അവരുടെ സപ്പോർട്ടിന് വേണ്ടി പോകാൻ തയ്യാറാണോ ഇപ്പോൾ? കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ലായിരുന്നു. പക്ഷേ ലാലു പ്രസാദ് യാദവിനെ കോൺഗ്രസ് സഖ്യകക്ഷിയിൽ നിന്നും പൂർണ്ണമായും മാറ്റണമായിരുന്നു. അതിലൊരു നിങ്ങൾക്കും അറിയാവുന്ന കോൺഗ്രസ് പാർട്ടി താങ്കളുടെ സർക്കാർ വരാൻ വേണ്ടി അവരുടെ സർക്കാരിനെ ബലികൊടുക്കില്ല. എന്നുവെച്ച് ഞങ്ങൾക്ക് ബലിയാടാവാൻ കഴിയില്ലല്ലോ. അവർ ഡൽഹിയിൽ ലാലു പ്രസാദുമായി ചേർന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് ബീഹാറിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ കാണുന്നതല്ലേ. കോൺഗ്രസ് പാർട്ടി ലാലു പ്രസാദ് യാദവിന്റെ സിറ്റിംഗ് സീറ്റ് ഒഴിച്ച് മറ്റു സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണത്? ഓപ്പോസിഷൻ വോട്ട് മറിക്കാൻ വേണ്ടി, പിന്നെ ലാലുവിന് സേവ് ചെയ്യാൻ വേണ്ടി. ഇന്ന് കോൺഗ്രസിന് 2 രീതിയിലും ലാഭമാണ്. പാസ്വാനും അവർക്ക് വേണ്ടി സീറ്റ് ഉപേക്ഷിക്കുന്നു, ലാലുവും അവർക്ക് വേണ്ടി സീറ്റ് ഉപേക്ഷിക്കുന്നു. പക്ഷെ നിങ്ങൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈയൊരു സിറ്റുവേഷൻ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ UPA മുഴുവൻ ചിതറിപ്പോയിരിക്കുകയാണ്. അവർക്ക് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയില്ല. അവരൊരുമിച്ചല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, അവർ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിലൊരു പവറില്ല. കാരണം ലാലു പ്രസാദ് യാദവ് കോൺഗ്രസ് നല്ലതാണെന്ന് പറയുന്നു, കോൺഗ്രസ് ലാലുവിനെ നല്ലയാളാണെന്ന് പറയുന്നു. രാംവിലാസ് പാസ്വാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ വിടാമെന്ന് പറയുന്നു. ഉടക്കാണെങ്കിൽ ഉടക്ക് തന്നെ വേണ്ടേ? ഇതിനെന്താ അർത്ഥം? വഴക്കിടുന്നു, ഒന്നാകുന്നു, എന്താ അർത്ഥം? ഡൽഹിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ബീഹാറിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുക നിങ്ങൾ? ബീഹാറിലെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുമോ? പറയൂ. ഇത് തന്നെയല്ലേ താങ്കളും ചെയ്യാൻ ശ്രമിച്ചത്? അവർ ലാലു പ്രസാദ് യാദവിനെ അവിടെ സ്ട്രോങ് ആക്കുകയാണ്. താങ്കളുടെ ശ്രമവും ഇത് തന്നെയായിരുന്നില്ലേ? പാസ്വാനോട് കോൺഗ്രസിനോടൊപ്പം ഡൽഹിയിൽ ഇരുന്നിട്ട് ബീഹാറിൽ താങ്കളോടൊപ്പം. ഇല്ല, അത് നടക്കില്ല. അതൊരിക്കലും നടക്കില്ല. ഇത് പാസ്വാനും അറിയാം, ഞങ്ങൾക്കും അറിയാം. എപ്പോ അദ്ദേഹം മുന്നോട്ട് വരുന്നു ആ സമയത്ത് ബീഹാറിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പതുക്കെ അവിടേക്ക് തന്നെ പോകും. അതെങ്ങനെ സാധ്യമാവും? ഒരിക്കലും സാധ്യമാവില്ല. അത് അദ്ദേഹത്തോട് സംസാരിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ പാസ്വാൻ അദ്ദേഹത്തിന് ഇത് നന്നായി മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ആ ദിശയിലേക്ക് പോകാതിരുന്നത്. പാസ്വാനെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് പോൾ അലയൻസിന്റെ വാതിൽ താങ്കൾ തുറന്നു വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. നോക്കൂ രജത് സാർ, രാഷ്ട്രീയം എന്നത് ജാതി അടിസ്ഥാനമാക്കിയുള്ളൊരു കളിയാണ്.
അതൊരു പോരാട്ടമാണ്. ഞങ്ങൾ ലാലു പ്രസാദിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാസ്വാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ആരെ എതിർക്കണമോ അവരെ എതിർക്കും. പക്ഷേ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് പാസ്വാനും ലാലുവും താങ്കൾക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അതെ, അത് ശരിയാണ്. അത് അവരുടെ താല്പര്യം. പക്ഷേ ഞങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. പാസ്വാനും ചിലപ്പോഴൊക്കെ ടാർഗറ്റ് മിസ് ചെയ്യും, ചിലപ്പോഴൊക്കെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യും. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ലാലു പ്രസാദിനെ മാത്രമാണ്. താങ്കള് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ഫോർമുലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, താങ്കൾ ഒരു ലോലിപോപ്പ് ആണെന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ലോലിപോപ്പ്, അതും രാംവിലാസ് പസ്വാന്റെ കയ്യിൽ കൊടുത്തു. അതും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താങ്കൾ എന്തെങ്കിലും താങ്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ നിമിഷം വരെ? മറുപടി തരൂ. ഞങ്ങളുടെ ആശങ്കയെല്ലാം ബീഹാറിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്താണ്. ഞാൻ എന്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും വിഷമിച്ചിട്ടില്ല. എന്റെ ഭാവി എന്താണെങ്കിലും ശരി, എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമമില്ല. പിന്നെ നിങ്ങൾ ലോലിപോപ്പാണെന്ന് പറഞ്ഞു, അതൊരിക്കലുമല്ല. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ശ്രമമാണെന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് ജനങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി ഉണ്ടായ ഒരു പ്രസ്താവനയാണ്. അതൊരിക്കലും ലോലിപോപ്പല്ല. അതിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു. അതിനുശേഷവും ഞങ്ങൾ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് സത്യം. നിതീഷ് സാർ, താങ്കൾ ആരെയാണോ നേതാവാക്കാൻ ശ്രമിച്ചത്, പക്ഷെ അദ്ദേഹത്തിന് അത് ആകാനുള്ള താല്പര്യമില്ല. ഇപ്പൊ അതാണല്ലോ പ്രശ്നം തന്നെ. ശ്രീ പാസ്വാൻ മുഖ്യമന്ത്രി പദവി കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിതേ പറയൂ. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് മറ്റൊന്നാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വാക്ക് അദ്ദേഹം കേട്ടാൽ ബീഹാറിൽ ഭരണം നടത്താം. അങ്ങനെ ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം കാണിച്ചാൽ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു നല്ല പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരാനായി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ജനങ്ങളുടെ വിചാരണ തുടരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇത് ബീഹാർ അസംബ്ലി ഇലക്ഷന്റെ സമയമാണ്. അതുപോലെ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് JDUവിന്റെ നേതാവായ നിതീഷ് കുമാറിനോടാണ്. ആപ്കി അദാലത്തിൽ JDUവിന്റെ നേതാവ് നിതീഷ് കുമാറിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. നിതീഷ് സാർ, താങ്കൾ പല വർഷങ്ങളായി ലാലുവിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിനെതിരായി താങ്കൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പിന്നെ ആ അഴിമതിയിൽ തന്നെ ലാലുവിനോടൊപ്പം കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ജഗന്നാഥ് മിശ്ര. അദ്ദേഹം ഇപ്പൊ താങ്കളുടെ പാർട്ടിയിലാണ്. അദ്ദേഹം എല്ലാവരെക്കാളും ഉയർന്ന പദവിയിലാണുള്ളത്. അദ്ദേഹത്തെ ആരും ഡിപ്രോവ് ചെയ്തില്ലല്ലോ. അദ്ദേഹം സെൻട്രൽ മിനിസ്റ്റർ വരെയായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെയൊന്നും നടന്നിട്ടേയില്ല. ഒരു ചാർജ് ഷീറ്റഡ് വ്യക്തി, ഇങ്ങനെയൊരു സമയത്ത് ചാർജ് ഷീറ്റഡ് വ്യക്തി സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നിട്ടില്ല. അദ്ദേഹമായി. എന്നിട്ട് മറുഭാഗത്ത് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റേതായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ആ കുറ്റാരോപണത്തിൽ 2 കുറ്റം ആരോപിക്കപ്പെട്ടവരുണ്ട്. ഒരാളോട് താങ്കൾ കസേരയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു, മറ്റൊരാൾക്ക് വേണ്ടി താങ്കൾ ക്യാമ്പയിൻ ചെയ്യുന്നു, മറ്റൊരാളെ താങ്കൾ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല, എപ്പോഴും ആരുടെ പേരിൽ എന്ത് കുറ്റാരോപണമുള്ളതെന്നറിയില്ല. കുറ്റമാരോപിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് കണ്ടാൽ തന്നെ ഈ കാര്യത്തിൽ കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ആരോപണമാണ്, ലാലു പ്രസാദിന്റെ പേരിൽ എന്ത് ആരോപണമാണ്, അത് കോടതിയിലാണ്. കോടതി തീരുമാനിക്കും. ഇതിൽ ഞങ്ങൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല, സഹായിക്കാനുള്ള മനസ്സുമില്ല. താങ്കൾ എപ്പോഴും ലാലുവിനെതിരായിട്ട് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹം കുറ്റവാളികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുവെന്ന്. പിന്നെ താങ്കൾക്ക് സന്ദർഭം കിട്ടിയപ്പോൾ താങ്കളും കുറ്റവാളികളെ സംരക്ഷിച്ചില്ലേ? അതായത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണം ഏത് രീതിയിലാണോ, നിങ്ങളത് നന്നായി ശ്രദ്ധിക്കണം. താങ്കൾ കുറച്ചുനാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താങ്കൾക്ക് സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ താങ്കളും ഇതുപോലുള്ളവരുടെ സപ്പോർട്ട് ചോദിച്ചിരുന്നു. ജയിലിലുള്ളവരുടെയും അതുപോലെ കുറ്റം ആരോപിക്കപ്പെട്ടവരുടെയും സപ്പോർട്ട്. ഇതിനുള്ള മറുപടി ഞാൻ മുമ്പേ അവിടെ പറഞ്ഞതാണല്ലോ. സർക്കാരുണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. 7 MLA-മാരുണ്ടായിരുന്നു പ്രതിപക്ഷത്ത്. അവരുടെ സപ്പോർട്ടും കിട്ടിയിരുന്നു. എല്ലാ പാർട്ടിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ചില സംഘടനകളിലുള്ളവർ, അവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് നിയമസഭാംഗങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നുവെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ആകില്ല, ഒരിക്കലും ആകുകയുമില്ല. ഇത് തെറ്റാണെങ്കിൽ എല്ലാരും കൂടി തീരുമാനിച്ചെടുത്തൊരു കാര്യമാണിത്. ഇത് ഞാൻ തനിച്ചെടുത്ത ഒരു തീരുമാനമല്ല. ആ സമയത്ത് ഷിബു സോറൻ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് 2000-ൽ വന്നതാണ്. ഞാൻ തീഹാർ ജയിലിലുള്ള സമയത്ത് താങ്കൾ എന്നെ ചീപ്പായിട്ട് കണ്ടു. പക്ഷെ ഇന്ന് ഞാൻ ചീപ്പല്ലേ? എന്താ ഇങ്ങനെയൊക്കെ?
ഷിബു സോറൻ നിതീഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അല്ല, ഷിബു സോറന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. താങ്കൾ സപ്പോർട്ടിന് വേണ്ടി MLA-മാരെ വെച്ച് ജയിലിൽ വരെ സപ്പോർട്ടിന് ഇല്ല, പോയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. താങ്കൾ ആൾക്കാരെ അയച്ചിരുന്നു. ഒരിക്കലുമില്ല, ആരെയും അയച്ചിട്ടില്ല. കാരണം ഈ ചോദ്യം ഒരു പാർട്ടിയുടെ ഭരണത്തെക്കുറിച്ചല്ല, ഇതൊരു സഖ്യമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ശരി, ഒരു കാര്യം പറയൂ. താങ്കൾ ജനങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു. എങ്ങനെയാണ് എന്നെ നേതാവായി തിരഞ്ഞെടുത്തത്? എന്റെ പേരിലും കുറ്റാരോപണം ഉണ്ടല്ലോ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർക്കാർ രൂപീകരിച്ചേനെ. ഞാൻ 7-8 ദിവസം ക്ഷമയോടെ ഇരുന്നു. പക്ഷേ അങ്ങനെയൊന്നും താങ്കൾ ഒരു ഉണ്ടായില്ലല്ലോ. മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും അവസാനം ജയിച്ചില്ലല്ലോ. ഇല്ല, എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും തകർത്തിട്ടില്ല, ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. നിതീഷ് സാർ, താങ്കളെക്കുറിച്ച് ജനങ്ങളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ താങ്കൾ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ നിതീഷ് കുമാർ തീർച്ചയായും ആരുടെ പേരിലൊക്കെ ക്രിമിനൽ കേസുകളുണ്ടോ അവരെ ഒരിക്കലും സഹായിക്കില്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം സന്ദർഭം കിട്ടിയിട്ടും താങ്കൾ തെറ്റെന്ന് തെളിയിച്ചില്ലേ? അതെല്ലാവരും ചേർന്ന് ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന്. ഒരാളെ ലീഡറാക്കിയിരിക്കുന്നത് തന്നെ എല്ലാവരും ചേർന്നാണല്ലോ. എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇതെന്റെ തനിച്ചുള്ളൊരു തീരുമാനമല്ല. ഇപ്പോൾ താങ്കളോടൊപ്പം എങ്ങനെയുള്ള വ്യക്തികളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിലൊരാളാണ് നാഗാ സിംഗ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കുന്നു. ഇല്ല ഇല്ല, ഇത് തെറ്റാണ്. എന്റെ മേൽ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. സൂരജ് ബാൻ എന്നെ പിന്തുണയ്ക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചയാളാണ്. പിന്നെ ലാലു, അദ്ദേഹം രാംവിലാസ് പസ്വാന്റെ പാർട്ടിയിലുണ്ടായിരുന്നു. ലാലു അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയിരുന്നു. ഇപ്പം മറ്റൊരു കാര്യം ഞാൻ താങ്കളോട് പറയാം. ഏപ്രിൽ 2004 പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ബീഹാറിലെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഒരു ഫോട്ടോ വന്നിരുന്നു അനന്ത് സിംഗിന്റെ. അദ്ദേഹത്തെ ഭൂമിയാർ കാസ്റ്റിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോണാണ്. പിന്നെ ആ ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റിൽ താങ്കൾ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കൊള്ളാമല്ലോ. ഒരാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമസ്കാരം പറയണ്ടേ? അദ്ദേഹം കൈകൂപ്പിയത് കാണിക്കാതെ എന്റെ മാത്രം കാണിച്ചാൽ എങ്ങനെയാ? ഇത് നിങ്ങളുടെ ട്രിക്കാണ് സാർ, നിങ്ങളുടെ ട്രിക്കാണിത്. ഇതൊക്കെ ഒരു കാര്യമാണോ? ഒരാൾ നമസ്കാരം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് അതുപോലെ നമസ്കാരം പറയണ്ടേ? അവരുടെ നമസ്കാരം കട്ട് ചെയ്തിട്ട് എന്റെ നമസ്കാരം മാത്രം കാണിച്ചാലോ? അതാണ് നടന്നത്. അതായത് സോണിയാജിയുടെ പേരക്കുട്ടി മൻമോഹൻ സിംഗിനോട് നമസ്കാരം പറയുന്നു. അദ്ദേഹം ചെറിയ കുട്ടിയോട് നമസ്കാരം പറയുകയാണോ? അനുഗ്രഹിക്കുകയാണ്. നിതീഷ് സാർ, അതേ ആനന്ദ് സിംഗ് താങ്കളെ സിംഗിനോടൊപ്പമാണ് താരതമ്യപ്പെടുത്തിയത്. നോക്കൂ, ഇതൊക്കെ വെറുതെ നേരം പോക്കിന് സംസാരിക്കാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിതീഷ് സാർ, റീസെൻ്റായിട്ട് നടന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. അതായത് ആനന്ദ് മോഹൻ സിംഗ്, പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളി, എല്ലാവരും രാംവിലാസ് പാസ്വാനൊപ്പം ഉള്ളവരായിരുന്നു. അദ്ദേഹത്തെ താങ്കളുടെ പാർട്ടി അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ബീഹാർ ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ പാർട്ടിയിൽ വന്ന് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ആനന്ദ് മോഹൻ അവർകൾ, അദ്ദേഹത്തിന്റെ പാർട്ടി ബീഹാർ പീപ്പിൾസ് പാർട്ടി, അദ്ദേഹം സമതാ പാർട്ടിയുമായിട്ട് സഖ്യത്തിലായിരുന്നു. പിന്നീട് അതിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷമാണ് ജനതാദൾ അദ്ദേഹത്തോട് പോയി സംസാരിച്ചത്. ഇതാണ് സത്യം. ഇവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വെച്ചാൽ ഇവരുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാരെല്ലാം ഇനിയും ജയിലിലുണ്ട്. അവരുടെ പേരിൽ വലിയ വലിയ ക്രിമിനൽ കേസുകളും ഉണ്ട്. ഇതെല്ലാം കോമൺ ഫാക്ടറാണല്ലോ. ഇവരുടെയൊക്കെ പേരിൽ കേസുണ്ടെങ്കിൽ ആരാണ് 20 വർഷമായിട്ട് ഭരിക്കുന്നത്? അവർക്കെതിരെയും കേസുണ്ടല്ലോ. എന്നാലും അവർ വലിയ വലിയ നേതാക്കന്മാരല്ലേ. സോ അവർക്കെതിരായി നിങ്ങൾ എങ്ങനെ ഇദ്ദേഹത്തെ ഡിപ്രൈവ് ചെയ്യാൻ പറ്റും? ഒരാളെ എങ്ങനെ ഡിപ്രൈവ് ചെയ്യാൻ പറ്റും? പിന്നെ ആരുടെ പേരിൽ എന്ത് കേസാണുള്ളതെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. ആനന്ദ് മോഹൻജി ഒരു നല്ല നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു പേരുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ലാലു എന്തിനാണ് ഒരിക്കൽ അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കൊടുത്തത്? നിങ്ങൾക്ക് തീർച്ചയായും അറിയാം, അദ്ദേഹം സമതാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ആരുടെ പിന്തുണ കൊണ്ടാണ് MP ആയത്? ലാലുവിന്റെ പിന്തുണ കൊണ്ട്. നിതീഷ് സാർ, താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുറ്റവാളി ലാലുവിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ്, പാസ്വാന്റെ കൂടെ ഇരുന്ന വ്യക്തിയാണ്. താങ്കളുടെ കൂടെ ഇരുന്നാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു. ഞാൻ കോമൺ ഫാക്ടറാണെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിനൊരു ദൗർബല്യം ഉണ്ടായിരിക്കാം. നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ മാസ്റ്റർ ഒന്നുമല്ല. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇതാണ് സത്യം. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് എത്ര മാർക്ക് കുറച്ചാലും ശരി, കുഴപ്പമില്ല. രാഷ്ട്രീയത്തിൽ എന്റെ പേരിൽ മാത്രമല്ല, കോംപ്രമൈസസ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലൊരു ഐഡിയൽ സമൂഹം ഇവിടെ ഉണ്ടായില്ല. ഞങ്ങൾ നല്ല നല്ല ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയില്ലെങ്കിലോ? അപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുമോ? ഞങ്ങൾ എല്ലാവരെയും പതുക്കെ പതുക്കെ ഒരുമിപ്പിച്ച്
ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചാൽ, അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ, അത് നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ, അവരെ ജഡ്ജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ഏത് ഉണ്ടാവണം. സർക്കാർ ബാഹുബലിയുടെ സഹായത്തോടുകൂടി വരുന്നോ അത് അവർക്ക് സഹായം ചെയ്യില്ലേ? രാഷ്ട്രീയത്തിലിരുന്നുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും സഹായിക്കാനായി ശ്രമിച്ചാൽ, ഒരാൾക്ക് അന്യായമായി ലാഭമുണ്ടാക്കി കൊടുക്കാൻ നോക്കിയാൽ, അയാളെ തൂക്കിലേറ്റണമെന്നേ പറയൂ. റെഡ് ഫോർട്ടിനെതിരെ വെച്ച് അവരെ തൂക്കിലേറ്റു, അല്ലെങ്കിൽ പാറ്റ്നയിലെ ഗാന്ധി പാർക്കിന് മുന്നിൽ തൂക്കിലിടൂ. പക്ഷേ എന്തിനാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെയുള്ള ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ ഉള്ള ഗവൺമെന്റാണ്. ഇതാണ് ജനങ്ങൾ നിതീഷ് കുമാറിന് മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണങ്ങൾ. അടുത്തതായി ഇന്നത്തെ ജഡ്ജി അനിൽ നരേന്ദ്രന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണത്തിന് വേണ്ടി താങ്കൾ കഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. താങ്കളൊരു നല്ല സത്യസന്ധനായ നേതാവാണ്. പിന്നെ മനസ്സുകൊണ്ട് ബീഹാർ സംസ്ഥാനത്തിന്റെ നന്മയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ താങ്കൾക്കും ഈയൊരു മോശം കാര്യമായ ഈ ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. വ്യക്തിപരമായ പ്രതികാരങ്ങളെക്കാളും ഒരുപക്ഷെ ആശയവും വികസനവും മുന്നിക്കണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അത് വളരെ നന്നാവും. കാരണം രാജ്യം നിങ്ങളിൽ നിന്നും അത് ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് ശ്രീ നിതീഷ് കുമാറാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ തീരുമാനം ബീഹാറിലെ ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നെന്നുള്ളത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.